ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ വ്ളോഗിൽ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊന്നും കാണില്ല, കുറച്ച് കാണുള്ളൂ. സോ അപ്പോൾ ഇന്ന് അവരെനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. സോ ഐ എം ഗോണ ടേക്ക് എ വ്ളോഗ്. അയ്യോ, അവിടെ ഒരു സംഭവം കിടപ്പുണ്ട്, ഞാൻ മാറ്റിയിട്ട്. അത് ഞാൻ രാത്രി ഇട്ടിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ കട്ടിലാണ് ഞാൻ യൂഷ്വലി അയച്ചിരുന്നത്. ബട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, അങ്ങോട്ടെടുത്തിട്ടത്. ബട്ട് അത് വീഡിയോയിൽ കിട്ടി. ഓക്കെ, അപ്പം ഇന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പാഴ്സൽ അൺബോക്സ് ചെയ്യണം. ഇന്നലെ വന്നിരിക്കുന്നതാണ്, എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വ്ളോഗ് ഇന്നലെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഈ പാഴ്സൽ നമുക്ക് അൺബോക്സ് ചെയ്യണം. ഓക്കെ, അപ്പം അൺബോക്സ് ചെയ്യണം, അതാണ്. പിന്നെന്തോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. പോകെ നമുക്ക് പറഞ്ഞ് റെഡിയാവാം. ഞാനിപ്പോൾ ഉറക്കണീറ്റതേ ഉള്ളൂ, 8:30 അതാണ്. സൗണ്ടും എൻ്റെ മുഖവും ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് AC-യും ഫാനും ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ഞാൻ ഓഫാക്കാം പോകെ, ബിക്കോസ് കുറച്ച് ചൂടെടുക്കണം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എനിക്കും 8:30 ആകുമ്പോൾ ചൂടെടുക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്തിട്ടാൽ ഇറ്റ്സ് ഫൈൻ, അത്ര പ്രശ്നമില്ല എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങുന്നു, ഞാൻ പിന്നെ അങ്ങ് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യട്ടെ, കുറച്ച് നേരം ഇട്ടിട്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ പറയാൻ കേൾക്കില്ല. ഞാൻ ഓർത്തില്ല ഇൻട്രോ എടുക്കണേ, എനിക്കിനി എടുക്കാനുള്ള ആരോഗ്യമില്ല. ഇത് അൺബോക്സ് ചെയ്യാം. എപ്പോഴും ഞാൻ ഈ സൈഡ് കടിച്ചു. പേർപ്പിൾ എന്നാണ് ഇത്. സോ ഇത് അയച്ചെന്ന ആൾക്ക് മേക്കപ്പിനെ പറ്റി വലിയ പിടിയില്ല. അതാണ് മേക്കപ്പ് ആൻഡ് സ്കിൻ കെയറിനൊന്നും പറ്റി. So I don't know what inside this, but yeah, let's unbox with all hope. First തന്നെ ഒരു ഷീറ്റ് മാസ്ക് from Good Vibes. Okay, it's a radiant okay, it's a radiant sheet mask എന്ന് പറഞ്ഞിട്ടുള്ള ഗുഡ് വൈബ്സിൻ്റെ ഒരു റോസ് ഹിപ്പ് ഷീറ്റ് മാസ്ക് ആണ് ഫസ്റ്റ് കിട്ടിയത്. അടുത്ത ജെൽ അത് നമുക്ക് ആവശ്യമില്ലല്ലോ. 1 2 3 ഇവിടെ എത്ര സാധനങ്ങളുണ്ട്. ഓക്കെ, ഒരു ഫ്രീ ഉണ്ട് ഇതിൽ, ഗാർണിയറിൻ്റെ. ഓക്കെ, ബാക്കി ഇത്രയും സാധനം കൊണ്ട് ഞാൻ കുറച്ച് ടെൻസ്ഡ് ആവുന്നു എന്താണ് എന്നുള്ളത് നോക്കാൻ. ബട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ നോക്കാം. ഐലാഷ് കേളർ, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഐ വാണ്ടഡ് ടു ബൈ ഐലാഷ് കേളർ എന്ന്. ഓക്കെ, അതും പിങ്ക്. Not the point, it's pink. Oh my god, thank you. ഇത് കഴിഞ്ഞാൽ NYB 3-in-1 ടോപ്പ് ടിൻറ്റ്. ഇതൊരു ടിൻ്റാണ് നമുക്കിത്. ഓക്കെ, ഇത് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക് ടിൻ്റായിട്ടൊക്കെ ഉപയോഗിക്കാം. എൻ്റെ കണ്ണിൽ ലിറ്ററലി എന്തോ പോയി, സോറി ടു അപ്പം എല്ലാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. നല്ല ഷെയ്ഡ്, ഐ മീൻ ഗുഡായിട്ട് പറഞ്ഞാണ്. അയ്യോ, പക്ഷെ തുറക്കണില്ല. തുറക്കണില്ല. ഓക്കെ, നമുക്കത് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇതാണ് ഷെയ്ഡ്, നല്ലൊരു ബ്ലഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഷെയ്ഡ്. സോ ഇത് ഞാൻ ഓപ്പൺ ചെയ്യില്ല, ഞാൻ ചെറിയൊരു മിന്നായം പോലെ കണ്ടു. ഓക്കെ, ഞാനിപ്പോൾ കരയും. ഓവർ ക്യൂട്ട്നെസ് വാരി വികറുന്നതല്ല. ദിസ് ഈസ്
my honest reaction of getting to this product. ഇത് ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റ് സ്റ്റിൽ എൻ്റെ ഈ ഫോണിലാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ വിഷ് ലിസ്റ്റിലുള്ള 2 സാധനങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് മേബ്ലിൻ വിനിൽ ഇങ്ക് സൂപ്പർ സ്റ്റേയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, എൻ്റെ ഷെയ്ഡ് റിവൈവൽഡ് അങ്ങനെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, 13 എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡും. ഇത് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻറ്റ് വൈൽഡ് അറ്റ് ഹാർട്ട്. ബട്ട് ഐ ഡോണ്ട് നോ എനിക്ക് തന്ന ആളോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന്. എനിക്ക് ഐ എം സൂപ്പർ ഹാപ്പി. എനിക്കിതിങ്ങനെ അൺബോക്സ് ചെയ്യാൻ തോന്നണില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അതിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടും. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇത് 3 ഇത് ഫ്രീ ആണ്. ആൻഡ് പിന്നെ ഈ 2 സാധനങ്ങളും കൂടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഐലാഷ് കേൾ. ഇത്ര പ്രൊഡക്ട്സാണ് എനിക്ക് അയച്ചത്. താങ്ക് യു. അയച്ചു തന്നല്ല, വാങ്ങിച്ചു തന്നത്. സോ അപ്പോൾ നമുക്കിത് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. നമുക്ക് ബാക്കി മേക്കപ്പ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ വെയിൽ വന്നു, ഞാൻ റെഡിയായി. ഓക്കെ, മുടിയൊക്കെ ഇപ്പം എന്തായാലും ബസ്സിൽ കയറുമ്പോൾ കൊള്ളാവും. ബട്ട് സ്റ്റിൽ ഇന്നത്തെ മേക്കപ്പ് ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരു പ്രിറ്റി ലിറ്റിൽ ബേബി അങ്ങനെയൊക്കെ തോന്നുന്നു. ബൈ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. മുടി ഞാൻ കെട്ടി വെച്ചു. സോ ഞാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബേസിക്കലി സ്റ്റുഡിയോ എവിടെയാണ് ലൊക്കേഷൻ എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ഒരു 2 സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി, 2 സ്റ്റോപ്പ് 1 സ്റ്റോപ്പാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നടന്ന് സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആവാൻ 1 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മളെത്തിയത്. അപ്പോൾ നമ്മളവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത സമയത്ത് കുറേ പേര് വെയിറ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് സെയിലാണല്ലോ, അപ്പോൾ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഷോപ്പ് ഓപ്പണിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ എത്ര ആൾക്കാരാണ് ചുറ്റുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണു. അപ്പോൾ ഞാൻ അർഷിദിനോട് പറയുന്നു. അവളാണെങ്കിൽ എല്ലാം ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിടുന്ന ആ ഒരു റേഷ്യോയിലാണ് വീഡിയോ എടുത്ത് വെച്ചത്. നമുക്ക് യൂട്യൂബിൽ അത് ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ അവളടുത്ത് ചരിച്ചെടുക്ക് എന്ന് പറഞ്ഞ് അവളെടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ ചെരുപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എനിക്ക് ചെരുപ്പ് മറ്റേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ ചെരുപ്പും ബാഗൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ അങ്ങ് സ്റ്റാച്യു ആവും. എനിക്കെല്ലാം ഇഷ്ടമാണ്, ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ്, എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 ചെരുപ്പായിരിക്കും ഒരാൾക്കാണെങ്കിൽ 3 ചെരുപ്പ്. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്ത് ചെരുപ്പുകൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അങ്ങനെ എക്സ്പെൻസീവ് അല്ലാതെ അഫോർഡബിൾ രീതിയിൽ കുറേ ഇടണം, അതാണ് എൻ്റെ ഒരു മോട്ടീവ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ 1-2 ട്രൈ ചെയ്തു. കുറേയൊക്കെ ഇതിലിട്ട കുറേ മെജോറിറ്റിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് ഒരുപാട് എടുത്തത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഇവിടെ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ക്ലിപ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്തു, ബിക്കോസ് എനിക്ക് ഓൾറെഡി അതുണ്ട്. പിന്നെ ഓണത്തിന് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കുപ്പിവെള്ളം നോക്കുമായിരുന്നു എല്ലാവരും. എനിക്ക് വേണ്ട, ബിക്കോസ് ഞാൻ ഫുൾ സ്ലീവാണ്. അപ്പം അല്ലാത്തവരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ വന്ന് ഞങ്ങൾ ബ്ലൗസ് മെറ്റീരിയൽ എടുത്തു. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതാ നേരെ വീട്ടിൽ വന്ന്. ഇത് രാവിലെ ഞാൻ ഒരുങ്ങിയപ്പോൾ ഉണ്ടാക്കിയ മെസ്സാണ്. ആൻഡ് ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന ബാഗ് ആൻഡ് ഞാൻ സ്റ്റുഡിയോ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ ഉറക്കം എണീറ്റിട്ട് കാണിച്ചു തരാം. ബിക്കോസ് എനിക്കിപ്പം വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അവൾക്ക് പനിയായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ സെഷനൊക്കെ കഴിഞ്ഞിപ്പോൾ ഓക്കെയാണ്, ആക്റ്റീവാണ്. അപ്പം അവളൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു അമ്മ. അപ്പം അതുകൊണ്ട് എന്നെ വിളിച്ചെണീപ്പിച്ചു. ഞാൻ ആ സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ട്, എനിക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ട് ഇടാൻ വയ്യ. സോ ഞാൻ ആ സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഐ ഗോട്ട് റെഡി. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് 1 by 1 കാണാം. സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചു. എൻ്റെ അല്ലറ ചില്ലറ ഷോപ്പിങ്സ് അതാണ് ഇതിനകത്തുള്ളത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പെട്ടെന്ന് കാണിച്ചു തരാം. ഫസ്റ്റിന് ഇത് ഞാൻ ജിമ്മിൽ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിൽ തന്നെയാണ് ജിമ്മിൽ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ജിമ്മിൽ കൊണ്ടുപോകാനൊരു ബോട്ടിൽ വേണം തോന്നി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോൾ സ്ട്രോ വരുന്നു. ഓക്കെ, എൻ്റെ ഇതൊന്നുമല്ല, ഇതിനകത്ത് 1 കൂടെ ഉണ്ട്. ഇത് നമുക്ക് തന്നെ ബാഗിലൊക്കെ ക്യാരി ചെയ്തിട്ട് റീഫിൽ ചെയ്യാതെ മതിയല്ലോ, കുഞ്ഞിത്. അപ്പോൾ ഈ 2
കുപ്പി കൂടെ വാങ്ങിച്ചാട്ടോ. എൻ്റെ വേറൊരു ഫ്രണ്ടും ഇതിൻ്റെ വേറൊരു കളർ എടുത്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉറക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞ് വാങ്ങിച്ചു. ദെൻ ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്മൽ കട, ആ കമ്മൽ കടയിൽ നിന്ന് വാങ്ങിച്ച ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് വാങ്ങിച്ചത്. അതിൽ എൻ്റെ കമ്മൽ 2 എണ്ണം മാത്രമേ പോയാത്തുള്ളൂ. അത് കാണിച്ചത്. ഒന്നിത്, ഓ എന്ത് പ്രിട്ടിയാ നോക്കുന്നത് കാണാൻ. ഓ ഐ എം ഒബ്സെസ്ഡ് വിത്ത് ദിസ്. ഇതിൻ്റെ തന്നെ എല്ലാ കളറും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലിറ്ററലി പിങ്കിൻ്റെ 10 പല പിങ്ക്, വേറെ 10 ലാവൻഡർ, അങ്ങനെയാണ് ആ കടയിൽ. ബട്ട് അത്ര അഫോർഡബിൾ അല്ല. കഴിഞ്ഞിട്ടും പോയപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം പ്രൈസ് 130 സംതിങ് ആണ് ഇതിന്. ബട്ട് വർത്ത് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഇടുന്ന ഒരു ഒറ്റ വൈറ്റ് ആണുള്ളത്. അപ്പോൾ എനിക്ക് വേറൊരു വൈറ്റ് വേണം തോന്നി. ഇതാകുമ്പോൾ എല്ലാത്തിനും കൂടെ പോകും. സോ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ആൻഡ് പിന്നെ ഓണത്തിന് ചിലപ്പോൾ ഞാൻ ഈ കമ്മലിടാം, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. എൻ്റെ ഡ്രസ്സിനോട് ചെറിയൊരു മാച്ചുണ്ട്. ഇതിട്ട് കാണിക്കണമെന്നുണ്ട്, ബട്ട് ഇത് ഞൂരാൻ വയ്യ. സോ ഇടുമ്പോൾ കാണാം. സോ ഈ ഒരു ജുംക്കി ഇത് ഞാൻ ഈ സംഭവം നമുക്ക് അവർ ചെല്ലുമ്പോൾ ഇത് തരും. ഇങ്ങനത്തെ ഒരു ട്രേ ഇതേപോലെ തരും. ഇതിനകത്തോട്ട് ഇട്ടോളം പറയും. അപ്പോൾ നമ്മളങ്ങനെ ഇടുന്ന സമയത്ത് ഒരാൾ എൻ്റെ ട്രെയിൽ വെച്ചിട്ട് ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അവർ പോയി അത് നോക്കുന്നുണ്ട്. അത് ഞാൻ പുറത്ത് ബില്ല് അവരിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ സമയത്ത് വേറൊരു കുറച്ചുകൂടെ ഒരു ഏജുള്ള ഒരാൾ വന്ന്, ഒരു ഫീമെയിൽ തന്നെയാണ്, അന്ന് എന്നോട് ചോദിച്ചു ഇത് ഇവിടെ നിന്ന് തന്നെയാണോ? ഞാൻ പറഞ്ഞു അതെ അവിടെ ഉണ്ട്. ആ 2 പേരും കൂടി ഈ കമ്മൽ ചോദിച്ചു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് കൊള്ളാം എന്ന് തോന്നി. അത്രയ്ക്ക് ഭയങ്കര ഹൈപ്പൊന്നും കമ്മലില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ തന്നെ ഇതിൻ്റെ ബ്ലാക്കൊക്കെ ഉണ്ട്. ബ്ലാക്ക് മീൻസ് ഓക്സിഡൈസ്ഡ് ഇതിൽ ബ്ലാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡിൽ ബ്ലൂ വരുന്നതാണ്. യാ നെക്സ്റ്റ് ഇത് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ കാണാം. സ്റ്റുഡിയോയിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുള്ള പ്രശ്നം രമേശിൻ്റെ ഇടയിൽ നിന്നാണോ വാങ്ങിച്ചത്, ഈ ഒരു ചോദ്യം വരും. ഓക്കെ, അങ്ങനൊരു പ്രശ്നം സ്റ്റുഡിയോക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ബട്ട് ഇഫ് യു ഫീൽ ബോതേർഡ് അബൌട്ട് ഇറ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബേസിക് സാധനങ്ങൾ വാങ്ങിക്കാം. ഐ മീൻ ബേസിക് ടോപ്സ്, ബേസിക് ഷോർട്ട്സ്, ടാങ്ക് ടോപ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റുഡിയോയുടെ ആണെന്ന് പെട്ടെന്ന് പറയില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതാണ് എനിക്ക് ക്യൂട്ട് ബോ വരുന്നൊരു സോക്സ്. എനിക്ക് ജിമ്മിലിടുമ്പോൾ കുറേ ജിമ്മ് വരുന്നുണ്ടല്ലേ, ജിമ്മിൽ പോകുമ്പോൾ ഷൂസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് സോക്സാണ്. എൻ്റെ കയ്യിൽ സ്റ്റുഡിയോയുടെ വേറെ സോക്സ് ഉണ്ട്, സൂപ്പർബാണ്, ഒന്നും പറയില്ല. ആൻഡ് ഇത് സെയിം എൻ്റെ ഫ്രണ്ടും വാങ്ങിച്ചു, ക്യൂട്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ബേസിക്സ് എന്ന് അതിൽ പെടുന്ന ഒന്നാണിത്, ഒരു ബേസിക് ഷോർട്ട്സ്. ഓക്കെ, എനിക്ക് ഡെനിം ഷോർട്ട്സ് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ വെച്ചു ഓക്കെ ഇതെനിക്ക് നല്ല ഡിസ്കൗണ്ടിനുമാണ് കിട്ടിയത്. സോ ബട്ട് ഇതെനിക്കൊരു പൊടിക്ക് ലൂസാണ്, ബിക്കോസ് എൻ്റെ സൈസ് 28 ആണ്. ബട്ട് സ്റ്റിൽ ഐ മാനേജ്, ബിക്കോസ് ഇത് ഫിറ്റ് തന്നെയാണ്. ബട്ട് യാ നല്ല രസമല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡെനിം ജീൻസ്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ, ഇത് എനിക്ക് സ്റ്റുഡിയോയുടെ ഇന്നോവേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് ബ്രാലറ്റായിട്ട് യൂസ് ചെയ്യാനും സ്റ്റൈലിങ്ങിനൊക്കെയാണ് വാങ്ങിച്ചത്. ബാക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇത് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് അതെനിക്ക് ഇതിൻ്റെ MRP 390. ഞാൻ ഈ 399 കൊടുത്തിട്ട് ഇന്നർ മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കിട്ടിയത് ഇത്ര എന്നറിയോ, 199. സോ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ സ്റ്റുഡിയോയുടെ ഇപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും വാങ്ങിക്കാറില്ല, ബിക്കോസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സോ ഐ വോണ്ട് റെക്കമെൻഡ് യു ടു ദാറ്റ്, ബിക്കോസ് പക്ഷേ അങ്ങനെയല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്റ്റുഡിയോയുടെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, അവർക്കൊന്നും പ്രശ്നം തോന്നിയില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ഇത് തോന്നണില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇത്ര സാധനങ്ങൾ. ആൻഡ് ഇനിയുണ്ട് ഞാൻ ബേസിക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞില്ല, അതിൽ പെടുന്നതാണ് ഈ ബേസിക്. ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറേ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി, കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വെച്ചു വേണ്ട, അമ്മയായിട്ട് വന്ന് പിന്നെ വാങ്ങിക്കാം, ബിക്കോസ് നമുക്ക് പിന്നെ അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. ഒരു ടിഷ്യൂ പേപ്പർ. ഓക്കെ, എന്താ പറഞ്ഞത്, അമ്മയായിട്ട് വന്ന് ഓണത്തിന് എന്തായാലും ഒരു മാസം ഷോപ്പിങ്ങിന് ഇനി അങ്ങോട്ട് വരികയാണ്, കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഷോപ്പിങ്ങിന് ഇനിയിപ്പോൾ ഇറങ്ങും പിന്നെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പം വന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു. തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു ബേസിക് ടോപ്പ് വാങ്ങിച്ചു. ഇത് കാണുമ്പോൾ ഇത് ഭയങ്കര ഇറങ്ങിയതുപോലെ ഉണ്ടാവും, ബട്ട് കറക്റ്റ് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. ബട്ട് ഫാക്ടസ് കുനിയുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. അത് നമുക്ക് ബോഡി ടേപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, ബോഡി ടേപ്പ് അല്ല, ഡബിൾസിൻ്റെ ഫാഷൻ ടേപ്പ് അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനൊരു ബേസിക് ക്രോപ്പ് ടോപ്പ്, ഇതും ആ ജീൻസും വാട്ട് എ കോമ്പിനേഷൻ,
മൈ കൂളിംഗ് ഗ്ലാസ്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴേ എൻ്റെ മൈൻഡിൽ ഇമാജിൻ ചെയ്യും അതെങ്ങനെ ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് ആർ യു റെഡി? ഇത്ര റെഡ് അല്ല കേട്ടോ, കുറച്ചുകൂടെ റെഡ് കുറവാണ്. ഒരു ഹീൽസ് ഞാൻ വാങ്ങിച്ചു സ്റ്റുഡിയോന്ന്. എന്നോട് എപ്പോഴും എല്ലാവരും ഞാനിപ്പോൾ 5 ലാസ്റ്റ് നോക്കിയപ്പോൾ 165 ഉണ്ട്, പക്ഷേ ഐ എം ഡാം ഷുവർ ദാറ്റ് 165 ആയപ്പോൾ എനിക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് നോക്കണം. എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഗൈസ്. എനിവേ അവിടെ അവൻ്റെ അടുത്ത് അവൻ വരുന്നില്ല എന്ന് പറയുമായിരുന്നു. അപ്പം നിന്നെ എല്ലാവർക്കും കാണണം, നീ ഹോസ്റ്റലിലല്ലേ എന്നൊക്കെ പറഞ്ഞമ്മ അവനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ ബാക്ക് ടു ദ പോയിന്റ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഐറ്റം വിച്ച് ഇസ് ഹീൽസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് വീണ്ടും ഹീൽസ് ഇടുന്ന അഹങ്കാരം എന്നൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ആ ഹീൽസ് ഇടുമ്പോൾ ആ ലുക്കേ അങ്ങോട്ട് എലിവേറ്റ് ആവും. സോ ഐ ലൈക്ക് ഹീൽസ്. ഐ എം വെരി കംഫർട്ടബിൾ ടു വെയർ ഹീൽസ്. സോ ഞാൻ എപ്പോഴും ഹീൽസ് ഇടാറുണ്ട്. അങ്ങനെ അല്ല, ഹീൽസ് എനിക്ക് ഇടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. ആൻഡ് ഇതെനിക്ക് നല്ല ഡിസ്കൗണ്ടിലുമാണ് കിട്ടിയത്. ദാറ്റ്സ് വൈ ഐ ബോട്ട് ദിസ്. കണ്ണും പൂട്ടി. സോ യാ, ഇത് ചിലപ്പോൾ ഞാൻ മെഷീൻ്റെ ഇടയിൽ നിന്നാവാൻ ചാൻസുണ്ട്. ബട്ട് ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് കേട്ടോ, പാവം അർഷിതനെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. കാരണം അവളാണ് എല്ലാ കവറും പിടിച്ചുകൊണ്ട് നടന്നത് ലിറ്ററലി. അങ്ങനെയല്ല, കുറച്ചൊക്കെ ഞാൻ പിടിച്ചു. പക്ഷേ എൻ്റെ ഈ കവറൊക്കെ ഈ ഹീൽസിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റ് അല്ല, എന്നാലും ഇത്തിരി വെയിറ്റ് ഉണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഇത് അവളിങ്ങനെ ഈ റെസ്റ്റിലായിരുന്നു അവളെ കവറൊക്കെ ഇട്ടിട്ട് നടന്നത്. അപ്പോൾ യാ, ഇറ്റ്സ് വാസ് വെരി ഫൺ ടു ഹാവ്. ലൈക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് വി ആർ വെയിൽ ചൂട് ഭ്രാന്തെടുത്ത് ഓടുമായിരുന്നു. അപ്പം hope you like this video. ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. And yeah, hope you like my video. Please don't forget to like, share and subscribe to my channel, and see you on my next video. Ta-ta.